أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذ يغشيكم النعاس أمنة منه وينزل عليكم من السماء ماء ليطهركم به ويذهب عنكم رجز الشيطان وليربط على قلوبكم ويثبت به الأقدام. നമ്മൾ സൂറ അൻഫാലിലെ 11-ാമത്തെ ആയത്തെടുക്കുന്നു. അപ്പോൾ ഇത് യുഗശീക്കും ഇത് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ സാധാരണ സൂറത്തുകളിൽ ആയത്തുകളിലൊക്കെ ഒരു കഥയായിരിക്കും പറയാം. പിന്നെ നമ്മളൊരു കഥയെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഒരു തദബ്ബുറിൻ്റെ വിഷയം. അപ്പോൾ ആ കഥ എന്ന് പറയുന്നത്, ആ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ബദറാണ്. അപ്പോൾ ബദറുമായി ബന്ധപ്പെട്ട ഒരുപാട് വിശ്വാസികളുടെ ആവലാതികളും അതിനുള്ള അള്ളാഹു അവർക്ക് നൽകിയ അതിനുള്ള റിസൾട്ടുമാണ്. അതിലൂടെ എന്ത് റിസൾട്ടാണ് ഉണ്ടായത്, അങ്ങനെ ഒരു വളരെ ഹ്രസ്സായിട്ടുള്ളൊരു ആയത്താണ്. ഇത് യുഗശീക്കുമുന്ന നുആസ്. അള്ളാഹ് എന്ത് ചെയ്തു, വിശ്വാസികൾ, അതായത് നമുക്കറിയാലോ കമ്മിൻ ഫിയത്തിൻ ഖലീല, അതായത് ചെറിയൊരു സൈന്യവും വലിയൊരു സൈന്യവും തമ്മിലുള്ള യുദ്ധമാണ്. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കുക ഒക്കെ ഭയങ്കര ആർജവത്തോട് കൂടിയിട്ടാണ് വിശ്വാസികൾ പോകുന്നത്. പക്ഷെ നമുക്ക് ആ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലെ ആ പ്രയാസവും ഒരു കോൺഫിഡൻസ് ലെവലിലുള്ള കുറവും ഒരു പേടിയും ബേജാറൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നു, തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അങ്ങനെ വിശ്വാസികൾ ഇവിടെ ബദറിലെത്തുന്ന സമയം അവർ ലേറ്റാണ്. അതായത് അവിടെ ആദ്യം മുശ്രിക്കുകൾ എത്തിയിട്ടുണ്ട്. എത്തിയപ്പോൾ തന്നെ അവിടെ ആകെ ഉണ്ടായിരുന്ന ആ കിണർ അത് മുശ്രിക്കുകളുടെ കയ്യിലാണ്. അപ്പോൾ വിശ്വാസികളുള്ളത് കുറച്ച് ഉയർന്നൊരു പ്രദേശത്താണ്. അവിടെയാണെങ്കിൽ കുറച്ച് പൂഴ്ന്നു പോകണ മണ്ണുള്ള ഭയങ്കര സാൻഡി ആയിട്ടുള്ളൊരു പ്രതലാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ ചില വിശ്വാസികൾക്ക് ഇങ്ങനെ ഭയങ്കര പ്രയാസം ഉണ്ടായിരുന്നു. അത് എനിക്ക് നജസ് വന്നിട്ടുണ്ട്, എനിക്ക് ഇനി കുളിക്കണം. അപ്പോൾ അവരുടെ ഉള്ളിൽ ഇങ്ങനെ വസ്വാസകൾ വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ശൈത്താൻ വന്നിട്ട് ഇങ്ങനെ അവരുടെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, അത് ഇനി നജസ് വന്നു, ഇനി ഇങ്ങനെ ഈ കുളിക്കാതെ എങ്ങനെ നിസ്കരിക്കാതെ എങ്ങനെ ജിഹാദ് ചെയ്യുക. അങ്ങനെ അവരത്രയും യാത്ര ചെയ്തിട്ടാണ് വരുന്നത്, അവർക്ക് കുടിക്കാൻ വെള്ളമില്ല. അങ്ങനെ ഒരുപാട് പ്രയാസത്തിലാണ് അവരിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ചിലവരുടെ മനസ്സിൽ ഇങ്ങനെ ഓരോന്ന് വസ്വാസം വരാൻ തുടങ്ങി. അതായത് ഒന്നാമത് നമ്മൾ ചെറിയ സൈന്യം, അവർക്കാണെങ്കിൽ എല്ലാ കോപ്പുകളും ഉണ്ട്. നമ്മുടെ അടുത്താണെങ്കിൽ തുരുമ്പടിച്ച വാളുകളും കുറച്ച് കുതിരകളും ആകെ കുറച്ച് സാധനങ്ങളാണ് ഉള്ളത്. എന്നിട്ട് അതിൻ്റെ ഒക്കെ അപ്പുറം നമുക്കിവിടെ എത്തിയിട്ട് പിന്നെയും പ്രയാസം മാത്രമാണ് ഉള്ളത്. അങ്ങനെ ആ ഒരു പ്രയാസത്തിനൊടുവിലാണ് അള്ളാഹ് അവർക്ക് 2 കാര്യങ്ങൾ കൊടുക്കുന്നത്. ഒന്ന് യുഗശീക്കുമുൻ നുആസ്, അവർക്ക് അള്ളാഹ് ഒരു മയക്കം കൊടുക്കുകയാണ്. അതിനുശേഷം വൈനസ്സിൽ അലൈക്കുമുൽ മാ, അവർക്ക് എന്ത് ചെയ്തു, അള്ളാഹ് മഴ വർഷിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലൂടെ എന്ത് ചെയ്തു, മൊത്തം സിനാരിയോ അങ്ങോട്ട് മറിയാണ്. അവർക്ക് ആ ഉറക്കം കൊടുത്തു, മഴ കൊടുത്തപ്പോൾ എന്ത് ചെയ്തു, അവർക്ക് വെള്ളം കിട്ടി, അവർക്ക് ശുദ്ധിയാവാനും അവർക്ക് കുടിക്കാനുള്ള വെള്ളം കിട്ടി. പ്ലസ് അവർ ഉയർന്നൊരു പ്രതലത്തിലുള്ളത്, അവിടുന്ന് മഴവെള്ളം ഒലിച്ചു വന്ന് ആ താഴ്ഭാഗത്തിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകളുടെ ഭാഗം മൊത്തം ഭയങ്കര സ്ലഗിഷ്നെസ്, അവിടെ ആകെ മഴവെള്ളം വന്ന് ചളിപിളിയായി അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടായ ഒരു കോലെത്തി. അപ്പോൾ ഒറ്റ മഴയിലൂടെ എന്ത് ചെയ്തു, അള്ളാഹ് മൊത്തം അവരുടെ ഒരു ഫിസിക്കൽ എൻവയോൺമെൻറ്റ് ആകെ ചേഞ്ച് ചെയ്യും. ഒരു മയക്കത്തിലൂടെ അവർക്ക് എന്ത് ചെയ്തു, ഭയങ്കര സ്പിരിച്വലി അവർക്കുള്ള അവരുടെ റെസ്റ്റ് വന്നിട്ട് അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ബൂസ്റ്റും സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ഈ മൊത്തം ആയത്തിൻ്റെ ഒരു അർത്ഥം. ഇപ്പോൾ ഇതിന് നമുക്ക് പല തഫ്സീറുകൾ നോക്കിയാൽ ഇങ്ങനെ ഒരു കോണ്ടെക്സ്റ്റൽ മീനിങ്ങും അതിനൊരു സ്പിരിച്വൽ മീനിങ്ങും അങ്ങനെ പല നിലക്കും പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിക്കണം. നിങ്ങൾക്ക് എന്താ തോന്നി? ഇതിൽ ഈ ആയത്തിൽ 2 അനുഗ്രഹങ്ങൾ പറയുന്നത്, ഒന്ന് മയക്കവും രണ്ടാമത് മഴയാണ്. അപ്പം ഈ ഒരു സന്ദർഭം എന്ന് പറയുന്നത് ഇവർക്ക് ഒരു ജീവൻ മരണ പോരാട്ടം, നിലനിൽപ്പിൻ്റെ ഒരു പോരാട്ടമാണല്ലോ ബദർ എന്ന് പറയുന്നത്. അപ്പം പിറ്റേന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള ടൈമാണ്. അപ്പം അതിൻ്റെ ഒരു തലേന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളൊരു എക്സാമിൻ്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിറ്റേന്ന് ഭയങ്കര ടെൻഷൻ പിടിച്ച ഒരു സാധനത്തിൻ്റെ ഒരു തലേ ദിവസം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഭയങ്കര നമ്മളെ മനസ്സ് ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് ഭയങ്കര ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയം. അതുപോലെ തന്നെയാണ് ബദറിലെ സഹാബാക്കൾക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതിൻ്റെ തലേ ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർക്ക് ഒരു മയക്കം കൊടുക്കുന്നത്, ഒരു അനുഗ്രഹമായിട്ട്. അപ്പോൾ അതെന്താണ്, ഇവർക്ക് അതൊരു കോൺഫിഡൻസ് വളർത്തുകയും ഒരു സ്പിരിച്വലി ഒരു ഉയർത്തൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ഈ മയക്കം കൊടുത്തിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക, അല്ലെങ്കിൽ പിറ്റേന്ന് ബദറിലേക്ക് പോകാൻ ഇവർക്കൊരു കോൺഫിഡൻസ് ഒക്കെ കൊടുക്കുന്നതെന്ന് പറയും.
അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഒക്കെ ഡെയിലി ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ടൈപ്പ് ഓഫ് യുദ്ധമാണ്. പല കാര്യങ്ങൾ നമ്മൾ ഇടപെടാനുണ്ടാവും, പല കാര്യങ്ങൾ നേരിടാനുണ്ടാവും, പല കാര്യങ്ങൾ നമ്മൾ സ്ട്രെസ് അടിക്കാനുണ്ടാവും, ടെൻഷൻ അടിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് രാത്രി നമ്മൾ ഉറക്കത്തിലേക്ക് വരുമല്ലോ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് വന്നിട്ട് നമ്മൾ ക്ഷീണമൊക്കെ മാറ്റി അല്ലെങ്കിൽ ഒന്ന് മയങ്ങാലും ഉറങ്ങുക എന്ന് പറയുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അനുഗ്രഹമാണ്. അതെന്തിനാ വെച്ചാൽ പിറ്റേന്ന് നമുക്കൊരെന്താണ് ഒരു കോൺഫിഡൻസ് തരാൻ, പിറ്റേന്ന് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ളൊരു ഒരു 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 മുന്നോട്ട് പോക്കിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഉറക്കം എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ പേഴ്സണൽ ലെവലിൽ ഞാൻ നോക്കിയാൽ എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ടെൻഷൻ വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ എന്താ സ്ട്രെസ് വരുമ്പോൾ ഞാൻ അതൊക്കെ പോയി ഉറങ്ങും അല്ലെങ്കിൽ ഒന്ന് മയങ്ങും. അപ്പോൾ എനിക്ക് പേഴ്സണലി ആ എന്താണ് സ്ട്രെസ്സോ അല്ലെങ്കിൽ ആ ടെൻഷനൊക്കെ ഒന്ന് കുറേയൊക്കെ പോയി ഉണ്ടാവും ഈ ഉറക്കത്തിലൂടെ. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു ഉറക്കം അല്ലെങ്കിൽ മയക്കം എന്ന് പറയുന്നത്, റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമായിട്ട് ഈ ആയത്ത് പറഞ്ഞപ്പോൾ എനിക്കിങ്ങനെ മനസ്സിലിങ്ങനെ വന്നത്. ഇതിൻ്റെ ആയത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് വൈസബ്ബിത്തുമിൽ അഖ്ദാം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം പഠിച്ചവൻ എങ്ങനെയാണ് ഒരു മനുഷ്യനെ സ്ട്രോങ് ആക്കുക എന്നുള്ളതിൻ്റെ ഒരുപാട് ലക്ഷണങ്ങൾ ഇതിൽ കാണാൻ പറ്റും. ഒരുപാട് സാധനങ്ങളുണ്ട് ഇതിൽ. ഒന്നാമതായിട്ട് ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഖുർആൻ്റെ ബദറിനെ കുറിച്ച് നമ്മൾ സാധാരണ പറയുന്നൊരു സംഗതിയാണ് മലക്കുകളുടെ അല്ലെങ്കിൽ മലായിക്കത്തുകളുടെ ഒരു സഹായം. ബദറിൽ എങ്ങനെ വിജയിച്ചു എന്നുള്ളടത്ത് ഏറ്റവും വലിയൊരു പോയിൻ്റായിട്ട് എപ്പോഴും പറയാറുള്ളത് മലായിക്കത്തുകൾ ഇറങ്ങി എന്നുള്ളൊരു സംഗതിയാണ്. എണ്ണം പറയും, എന്നിട്ട് മലക്കുകൾ അവിടെ സഹായിച്ചു എന്ന് പറയും. പക്ഷേ ഈ ആയത്തിൽ അള്ളാഹു മയക്കം നൽകി, ഹൃദയത്തിന് ശാന്തത നൽകി എന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പം ഇത് മലായിക്കത്തുകളുടെ കൂടെ തന്നെ അള്ളാഹു ഇറക്കി കൊടുത്തിട്ടുള്ള ഒരു അനുഗ്രഹമാണ് എന്ന് പറയുമ്പം ഈ മലക്കുകൾ അവരെ സഹായിച്ചു എന്നതിന് മുമ്പ് പഠിച്ചവൻ അതിന് മുമ്പ് ഒരു സഹായം കൊടുത്തിട്ടുണ്ട്. അത് ഇത് രണ്ടുമാണ്. മഴ കൊടുത്തു, ഹൃദയത്തിന് ശാന്തത നൽകി, മയക്കം കൊടുത്തു. ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവും. ഉദാഹരണത്തിന് നമ്മൾ പലപ്പോഴും ഒരു പ്രശ്നത്തിനെ മുന്നിൽ കാണുകയും ആ പ്രശ്നത്തിന് സൊല്യൂഷൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുക. ശരിക്കും പഠിച്ചവൻ എന്ത് ചെയ്താൽ മതി, മലക്കുകളുടെ ആദ്യം ഉറപ്പ് കൊടുത്താൽ മതിയായിരുന്നു. മലക്കുകൾ ഇറങ്ങും, ആളുകൾ ഇനിയും വരും എന്നുള്ള ഉറപ്പ് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ പഠിച്ചവൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ മഴ ഇറക്കി, ഹൃദയത്തിന് ശാന്തത കൊടുത്തു, അതല്ലെങ്കിൽ പിന്നെ മയക്കം കൊടുത്തു. ഇതാണ് കൊടുക്കണം ആദ്യം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ശരിക്കും ആ സൊല്യൂഷൻ ആഗ്രഹിക്കുമ്പം ഈ മലക്കുകൾ എന്ന് പറയുന്ന ആ സൊല്യൂഷൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കും. ഒരു പ്രശ്നത്തെ മുന്നിൽ കാണുമ്പോൾ ആ പ്രശ്നത്തിന് അങ്ങനെ തന്നെ സൊല്യൂഷൻ വേണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ പഠിച്ചവൻ എന്തായിരിക്കും നൽകുക? ഈ മയക്കമായിരിക്കും, അല്ലെങ്കിൽ മഴയായിരിക്കും, ചെറിയ മഴയായിരിക്കും, അതല്ലെങ്കിൽ ഹൃദയത്തിന് ശാന്തതയായിരിക്കും. ഒരു പ്രയാസത്തിലേക്ക് നമ്മളിങ്ങനെ നടന്നു നീങ്ങുകയാണ്. പഠിച്ചവൻ പെട്ടെന്ന് ഒരു ആയത്തെ നമ്മളെ മനസ്സിലേക്ക് ഇട്ടുക, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ നമ്മളെ മുന്നിലേക്ക് ഇട്ടുകയാണ്, ആ മനുഷ്യനെ നമ്മളോട് സംസാരിക്കുക. ഇതൊക്കെ എന്തായിരിക്കും? ഈ പറയുന്നത് പോലെയുള്ള മഴയായിരിക്കും, അല്ലെങ്കിൽ ശാന്തതയായിരിക്കും, അല്ലെങ്കിൽ ഉറക്കമായിരിക്കും. അപ്പം ഇത് നമ്മുടെ ജീവിതത്തിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്കുള്ള വഴി പഠിച്ചവൻ ഇങ്ങനെ തുറന്നു തരികയായിരിക്കും. ആ സൊല്യൂഷൻ നേരിട്ട് നമുക്ക് നൽകുന്നതിന് പകരം ആ പ്രോസസ്സിലൂടെ നമ്മളങ്ങനെ കൊണ്ടുപോയിട്ട് ആ ഹെൽപ്പ് നമുക്ക് ഇങ്ങനെ എത്തിച്ചു തരും. വേറൊരു സംഗതി, യഥാർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന ഒരു സാധനമാണ്, ഒരു പ്രയാസം നമ്മുടെ ജീവിതത്തിലുണ്ട്, ആ പ്രയാസം മാറിക്കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര സന്തുഷ്ടനാവും. അങ്ങനെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും. എൻ്റെ ജീവിതത്തിൽ ആ ഒരു മൈന്യൂട്ട് സാധനമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു മേജർ സാധനമുണ്ട്, ഇത് ഒഴിവാക്കി കിട്ടിയാൽ ഞാൻ ഏറെക്കുറെയൊക്കെ ഹാപ്പി ആവുമല്ലോ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം വരുമല്ലോ, ഞാൻ ഒന്നും കൂടി സ്ട്രെങ്ത് ഉള്ള ആളാവും എന്ന് വിചാരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? ഈ ബദർ നമുക്ക് പഠിപ്പിച്ചു തരുന്നൊരു സംഗതി, ആ പ്രയാസം മുന്നിലുള്ളപ്പോഴും പഠിച്ചോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ട്രെങ്ത് നൽകാൻ പറ്റും. ആ പ്രയാസം ബദറിനെ സംബന്ധിച്ചിടത്തോളം നാളെ ബദറുണ്ട്, എന്നാലും ഇവർക്ക് സമാധാനം കൊടുക്കുന്നുണ്ട് പഠിച്ചോ. എന്നാലും ഇവർക്ക് ഉറങ്ങാൻ പാകത്തിൽ അവരെ തയ്യാറാക്കുന്നുണ്ട്, അവർക്ക് ഹൃദയത്തിന് ശാന്തി നൽകുന്നുണ്ട്, മഴ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രയാസം മുന്നിലുള്ളപ്പോഴും നാളെ അതിനെ നേരിടണം എന്നുള്ളപ്പോഴും പഠിച്ചവൻ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ സഹായിക്കാൻ പറ്റും, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, നമ്മളെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. അത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കില്ല. ഈ പ്രയാസം നീങ്ങിയിട്ടേ നമ്മൾ വിജയിക്കുള്ളൂ, സ്ട്രെങ്ത് നേടുള്ളൂ, സമാധാനത്തിലാവുള്ളൂ നമ്മൾ വിചാരിക്കും. പക്ഷേ അതിനെ നേരിടാനുള്ള കഴിവ് നൽകും. അതല്ലെങ്കിൽ അത് നാളെ ഉണ്ട് എന്നുള്ളപ്പോഴും നമുക്ക് സ്ട്രെങ്ത് നൽകാൻ പറ്റുന്ന ആളാണ് പഠിച്ചവൻ. അതുകൊണ്ട് ആ ഒരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അവസാനമായിട്ട് നമ്മൾ ഇതൊക്കെ പഠിച്ചവൻ ഒരുപാട് അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. മഴ, ഉറക്കം, മയക്കം, അതേപോലെ തന്നെ ഹൃദയത്തിന് ശാന്തി, അവരെ യുസബ്ബിത്തു ബിഹിൽ അഖ്ദാം എന്ന് പറയുന്നുണ്ടല്ലോ. ഇതെപ്പോഴാണ് സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ബദറിലേക്ക് ഇറങ്ങുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ ബദറുണ്ട്. നേരത്തെ അബുലാല പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിലൊക്കെ ഒരുപാട് ബദറുകൾ ഇങ്ങനെ ഒരാളുടെ പ്രയാസം കാണുമ്പോൾ, ഒരു രാജ്യത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ കാണുമ്പോൾ, നമ്മളുടെ ജീവിതത്തിൽ തന്നെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആകുലതകൾ ഉണ്ടാകുമ്പോൾ, വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ ആ ബദറിൽ നമ്മളില്ല എന്ന് പറയുമ്പോൾ ആ അടക്കളത്തിൽ നമ്മളില്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ജീവിതത്തിൽ ബദറുണ്ടാവും, ഹൃദയത്തിൽ ബദറുണ്ടാവും, മെൻ്റലി ഒരുപാട് ആളുകൾ ബദറുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആ പ്രയാസങ്ങളെ അള്ളാഹു സഹായിക്കുന്നത് ഇങ്ങനെയാണ് നമുക്ക് ഈ ആയത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം, പടച്ച തമ്പുരാൻ എന്ത് ചെയ്യും? ബദറിൽ സഹായിച്ച പോലെ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത്തത്, പടച്ച തമ്പുരാൻ ബദറിലേക്ക് ഇറങ്ങുന്നവരെയാണ് സഹായിക്കുക. എന്ന് വെച്ചാൽ ബദറിലേക്ക് നമ്മൾ ഇറങ്ങണം, കാല് വെക്കണം. ബദറിലേക്ക് ഇറങ്ങാതെ പിന്മാറി കഴിഞ്ഞാൽ പഠിച്ചോണ്ട് ഈ സഹായങ്ങൾ, ഈ മലായിക്കത്തുകളുടെ സഹായം മാത്രമല്ല, ഇതിന് മുമ്പ് കൊടുത്ത സഹായങ്ങളൊന്നും ഉണ്ടാവില്ല.
നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ മെൻ്റലി ആണെങ്കിലും നമ്മുടെ ലോകത്ത് കാണുന്ന ഓരോ പ്രയാസങ്ങളാണെങ്കിലും ഒക്കെ ആ ബദറിലേക്ക് കാല് വെക്കാനുള്ള ഒരു ശക്തി നമ്മൾ നേടിയെടുക്കുകയും ആ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കുകയും ചെയ്യുക. അള്ളാഹുവിൻ്റെ സഹായം തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് പാഠങ്ങളിൽ ഒന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒളിച്ചോടല്ല, അതിൽ നമ്മൾ ധീരമായിട്ട് അതിലേക്ക് ഇറങ്ങുമ്പോഴാണ്. പിന്നെ ഒരു കൂട്ടുകാരൻ എനിക്ക് ഇത് പറഞ്ഞപ്പോഴാണ്, അത് ഞങ്ങളിങ്ങനെ ഇസ്ലാമിനെ കുറിച്ച്, ഓന് മുസ്ലിം അല്ല, ഹിന്ദു ആണ്. അപ്പോൾ ഹിന്ദു എന്നല്ല പ്രാക്ടീസിങ് ആണോ വെച്ചാൽ ഡൗട്ട്ഫുൾ ആണ്. അപ്പോൾ നമ്മളിങ്ങനെ കുറേ ദീനിനെ കുറിച്ചും അങ്ങനെ കുറേ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ വെറുതെ ക്ലാസ്സിലിരിക്കുമ്പോൾ സംസാരിക്കുമല്ലോ. ഓനിങ്ങനെ ഒരു ദിവസം വന്നിട്ട് എന്നോട് പറഞ്ഞു, അത് ഭയങ്കര എൻ്റെ മുഖത്തൊരു പ്രയാസമൊന്നും ഫീൽ ചെയ്യുന്നില്ലല്ലോ. ഓൻ്റെ ഒരു വാലുവേഷൻ പറഞ്ഞാണ്. പക്ഷേ അങ്ങനെ ഒന്നല്ല. പക്ഷേ എന്താണ്, എനിക്ക് എന്ത് സംഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടായാലും ഹോപ്പ് കൊടുക്കാൻ ഒരാളുണ്ടല്ലോ. അതായത് നമ്മുടെ ഒരു കപ്പാസിറ്റിക്ക് അപ്പുറം ഒരു സാധനം വരുമ്പോൾ ഓക്കെ ഇത് ഇനി ഞാൻ പഠിച്ചവനാട് വിടുമല്ലോ, നമ്മൾ തവക്കുൽ ചെയ്യുമല്ലോ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ ജീവിതത്തിൽ ഇങ്ങനെ ഭയങ്കര പ്രയാസം, ഫിനാൻഷ്യൽ ക്രൈസിസ്, അങ്ങനെ ഇതൊക്കെ ഒരാളുടെ ലൈഫിൽ വരുമ്പോൾ ഓക്കെ ഇതിൻ്റെ അപ്പുറത്ത്, എനിക്ക് കഴിയിൻ്റെ അപ്പുറത്താണ്, ഞാൻ പഠിച്ചവനായിട്ട് തവക്കുൽ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഉപകാരം പറയണേ, അതായത് എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഓപ്ഷൻ ഇല്ലെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ട് എന്താ, നമ്മൾ തന്നെ ടെൻഷൻ അടിച്ച് പ്രഷർ അടിച്ച് ഉറക്കം കളയാന്നുള്ളതാണ് വേറെ വഴിയുള്ളത്. ഇത് നമുക്ക് എന്താ, ഒരു പരിധി കഴിഞ്ഞാൽ ഓക്കെ ഇത് ഞാൻ പഠിച്ചവനോട് ദുആ ചെയ്യുക, പഠിച്ചവൻ എനിക്കൊരു വഴി കാണിച്ചു തരും ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഉറക്കത്തിലേക്ക് പോകാനും ആ ഒരു റെസ്റ്റിലേക്ക് പിന്നെയും അതിൻ്റെ പൂർണ്ണ ഊർജ്ജത്തിൽ നമുക്ക് തിരിച്ചു വരാനുള്ള ഒരു വഴി ഉണ്ടാവും. ഇങ്ങനെ ഇത് പറഞ്ഞപ്പോൾ എനിക്കിങ്ങനെ തോന്നി. അപ്പോൾ ഈ വിശ്വാസികൾക്ക് ഉണ്ടാവുന്ന ഈ ഒരു നേട്ടം അള്ളാൻ്റെ മാർഗ്ഗത്തിൽ നമ്മളിതിലേക്ക് ഇറങ്ങുമ്പോഴാണ് ചിലപ്പോൾ ഈ നേട്ടം പഠിച്ച് നമുക്ക് തരാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി ഒരായത്തേറ്റ് ഇനി ഇരിക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.